സർ, എൻ്റെ ചോദ്യം ഇതാണ്. അമൃതം പദ്ധതി പ്രകാരം എത്ര സംഖ്യയാണ് കേന്ദ്രം നമുക്ക് നൽകിയിട്ടുള്ളത്? സംസ്ഥാന വിഹിതം എത്രയായിരുന്നു? എത്ര കണ്ടത് ചെലവഴിച്ചു എന്നതാണ് എൻ്റെ ചോദ്യം. സർ, അമൃത് പദ്ധതിയുടെ 2 ഘട്ടങ്ങളുണ്ട്. എല്ലാത്തിലും ബഹുമാന്യമായിട്ടുള്ള അംഗം പറഞ്ഞതുപോലെ 50, 30, 20 അല്ല സർ. 1-ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 50%, സംസ്ഥാന സർക്കാരിന്റെ 30%, നഗരസഭകളുടെ 20%. അതായത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും നഗരസഭകളും പകുതിയായിട്ടാണ് വഹിക്കുന്നത് 1-ാം ഘട്ടത്തിൽ. എന്നാൽ 2-ാം ഘട്ടം അമൃത് 2.0 അതില് 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള കോർപ്പറേഷനുകൾ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഇവിടെ കേന്ദ്രവിഹിതം കുറവാണ് സർ. 33.3% കേന്ദ്രവിഹിതമുള്ളൂ. അത്രയും സംസ്ഥാന വിഹിതവുമുണ്ട്, അത്രയും നഗരസഭാ വിഹിതവും വരുന്നുണ്ട്. അപ്പോൾ പേര് കേന്ദ്രമാണ് നിശ്ചയിക്കുന്നത് എന്നേ ഉള്ളൂ. തുക കൂടുതൽ മുടക്കേണ്ടി വരുന്നത് പലപ്പോഴും സംസ്ഥാനമാണ് സർ. ഇനി 2-ാം ഘട്ടത്തിൽ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട്. 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികൾ. ആലപ്പുഴ, കോട്ടയം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അവിടെയും കേന്ദ്രവിഹിതം 33.3%, സംസ്ഥാന വിഹിതം 50%. അവിടെ കേന്ദ്രവിഹിതത്തെക്കാൾ കൂടുതലാണ് സംസ്ഥാന വിഹിതം. നഗരസഭാ വിഹിതം 16.7%. 1 ലക്ഷത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റികളുണ്ട്, അതിന് വേറൊരു ഘടനയാണ് സർ. ഇനി അദ്ദേഹം വളരെ സമഗ്രമായൊരു ചോദ്യമാണ്, എത്ര അനുവദിച്ചു എന്നാണ്. അമൃത് 1-ാം ഘട്ടത്തിൽ കേന്ദ്രവിഹിതം 1153.8 കോടി രൂപയും സംസ്ഥാന വിഹിതം 1226.61 കോടിയും, സംസ്ഥാനവും നഗരസഭയും ചേർന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനുപാതം 50-50 ആണെങ്കിലും ടെൻഡർ എക്സസ് സംസ്ഥാനത്തിന്റെ ബാധ്യതയായിട്ട് വരും. അപ്പോൾ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിക്കും. ഇതാണ് അമൃത് 1-ൽ നമുക്ക് അനുവദിച്ച തുക. ഇതിന്റെ ഭാഗമായിട്ട് 1106 പദ്ധതികളാണ് ഏറ്റെടുത്തത്. ആ 1106 പദ്ധതികളിൽ 1-ാം ഘട്ടത്തിൽ 1066 പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 40 പദ്ധതികളാണ് ബാക്കിയുള്ളത്. ആ 40 പദ്ധതികളിൽ നേരത്തെ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 40 പദ്ധതികളിൽ 17 പദ്ധതികൾ സെപ്റ്റേജ് സെക്ടറിലുള്ളതാണ്. ഈ മേഖലയിലുള്ള മാലിന്യ സംസ്കരണം, ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട 17 പദ്ധതികളാണ് നമുക്ക് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാത്തിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അമൃത് 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി 3435.31 കോടി രൂപയുടെ 940 പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത്. അതില് പൂർത്തിയാക്കിയത് 248 പദ്ധതികളാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് സർ.